ഇതിനിടയിൽ നിദ്ര അവന് ചോറും കറികളും വിളമ്പി വെച്ചിരുന്നു. മീനും ചാറും കൂടി ആദ്യത്തെ ഉരുള വായിൽ വെച്ചപ്പോഴേക്കും അതിൻ്റെ സ്വാദ് അവനെ വല്ലാതെ വശീകരിച്ചു. അവൻ പെട്ടെന്ന് കൊഞ്ച് പൊരിച്ചതെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ബീഫ് വരട്ടിയത്. അങ്ങനെ ഓരോന്ന് രുചിച്ച് നോക്കിയതും അവനിൽ അവളോടുള്ള മതിപ്പ് നിറഞ്ഞിരുന്നു. അവളുടെ പാചക കലയിലുള്ള വൈദഗ്ധ്യം, കൈപുണ്യത്തിലും അവൻ അത്ഭുതം തോന്നിപ്പോയി. തനിക്കായി ഇത്രയും നല്ല വിഭവങ്ങൾ ഒരുക്കുന്നവളെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് അവന് തോന്നി. പാവം, ഇവളെന്ത് കഷ്ടപ്പെട്ട് കാണും ഇതൊക്കെ ഉണ്ടാക്കാൻ. ഒരു നല്ല വാക്കെങ്കിലും പറയേണ്ട മര്യാദയാണ്. പക്ഷേ അതിനെന്താ വഴി? അവളെക്കുറിച്ച് അവളുടെ സാന്നിധ്യത്തിൽ പറയാനൊരു മടി. എന്താ മോനെ, നിനക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലേ? ഒരു നിമിഷത്തേക്ക് ചിന്തയോടെ ഇരുന്ന രുദ്രനെ നോക്കി ഗായത്രി ദേവി സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ അമ്മേ. നിദ്രയും പിടയ്ക്കുന്ന നെഞ്ചോട് അവനെ നോക്കി. ഈശ്വര, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലേ? എന്തു പറയുമോ ആവോ? ചീത്ത പറഞ്ഞാൽ തനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ അപ്പോഴും അവൻ്റെ അരികിൽ നിൽക്കുകയായിരുന്നു. അവൻ എന്തെങ്കിലും വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അയ്യോ ഗായത്രി ചേച്ചി, ഈ നിദ്രയെ കൊണ്ട് എന്തിനാ ഫുഡ് ഉണ്ടാക്കിയത്? ഇവൾ വെക്കുന്നതൊന്നും നാക്കിൽ വെക്കാൻ കൊള്ളില്ലെന്നേ. ഞാൻ ഇവളെ അടുക്കളയിൽ കയറ്റാറേയില്ല. എൻ്റെ ശരണ്യമോള വീട്ടിലെ കുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓ, അവളുടെ കൈപുണ്യം പറയാനില്ല. ഒറ്റയിരിപ്പിന് ഒരു പറ ചോറ് തിന്നും. പാവം രുദ്രമോൻ എന്തിനാ ഈ മോശം സാധനമൊക്കെ കഴിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അതും എത്ര നല്ല ഫുഡ് കഴിച്ച് ജീവിക്കുന്ന കുഞ്ഞായത്. കിട്ടിയ അവസരം മുതലാക്കി സത്യഭാമ പറഞ്ഞു. ഗായത്രി ദേവിയുടെ മുഖം ഇരുളുന്നത് ശരണ്യൻ ടെൻഷനോടെ നോക്കി. അമ്മ എന്ത് മണ്ടത്തരമൊക്കെയായി പറയുന്നത്? നിദ്ര ഉണ്ടാക്കിയ ഫുഡ് തന്നെയല്ലേ നമ്മളും കഴിക്കുന്നത്? ഇത് അപാര ടേസ്റ്റാണല്ലോ. മുഖലക്ഷണം കണ്ടിട്ട് ഈ പെണ്ണും പിള്ള നമ്മളെ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് തോന്നുന്നു. ആകെ നാണക്കേടാകും. ശരണ്യ മുഖം കുനിച്ച് സത്യഭാമയോട് രഹസ്യം പറഞ്ഞു. എടി, നിദ്രയുടെ ഫുഡ് ഇഷ്ടപ്പെടുന്നത് നമുക്കല്ലേ? രുദ്രനത് പിടിച്ചില്ലെന്ന് അവൻ്റെ മുഖത്ത് നിന്നറിയാം. ഇവരൊക്കെ ഇങ്ങനത്തെ നാടൻ രീതിയൊന്നും പിടിക്കില്ലെന്നേ. നീ നോക്കിക്കോ, ഞാനൊരു കലക്ക് കലക്കും. എന്താ അമ്മയും മോളും കൂടി പറയുന്നത്? ഗായത്രി ദേവി പരിഹാസം കലർന്ന ശബ്ദത്തിൽ ചോദിച്ചു. അല്ല, രുദ്രൻ മോനിനി വല്ല ഫ്രൂട്ട്സും കഴിച്ച് വിശപ്പടക്കണമല്ലോ എന്ന് പറഞ്ഞതാ. അല്ലെങ്കിലും നിദ്ര മറ്റുള്ളവരുടെ കഞ്ഞികൂടി മുട്ടിക്കാൻ പണ്ടേ മിടുക്കിയ അല്ലേടി? രുദ്രമോനെ പോലെ അതാർക്കറിയാവുന്നത്? സത്യഭാമ നിദ്രയെ നോക്കി അത്തം വെച്ച് ചിരിച്ചു. ഒപ്പം 2 തവി ചോറും കുറെ കൊഞ്ച് പൊരിച്ചതും എടുത്ത് തൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടു. പിന്നെ ബീഫ് വരട്ടിയത് 4-5 കയ്യിൽ വാരിയെടുത്തു. ഗായത്രി ദേവി നിദ്രയെ ശ്രദ്ധിച്ചു. ഇപ്പൊ കരയുമെന്ന മട്ടിൽ രുദ്രൻ്റെ അരികിൽ മുഖം കുനിച്ച് നിൽക്കുകയാണ്. രുദ്രൻ തറഞ്ഞിരിക്കുകയായിരുന്നു. അവൻ്റെ മുഖത്തെ ഭാവം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഗായത്രി രുദ്രന് നേരെ തിരിഞ്ഞു. നിനക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലേ രുദ്ര? അവനൊന്നും മിണ്ടിയില്ല. നീ എന്താ മിണ്ടാത്തത്? ഇവർ പറയുന്നത് പോലെയാണോ നിനക്കും തോന്നുന്നത്? ചോറും കറികളും കൂട്ടിക്കുഴിച്ച് വാരി വിഴുങ്ങുന്ന സത്യഭാമയെ നോക്കി ഗായത്രി ദേവി ചോദിച്ചു. ഇല്ല, എനിക്കിഷ്ടപ്പെട്ടില്ല, രുദ്രൻ പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ട് നിദ്ര വല്ലാതെ തകർന്നു പോയി. സത്യഭാമയുടെയും ശരണ്യയുടെയും മുഖത്ത് പ്രകാശം പരന്നു. ഗായത്രി ദേവി വല്ലായ്മയോടെ നിദ്രയെ നോക്കി. രുദ്രൻ അങ്ങനെ പറയുമെന്ന് അവരും വിചാരിച്ചിരുന്നില്ല. നിദ്ര ഉണ്ടാക്കിയ ഭക്ഷണം രുദ്രന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ സത്യഭാമ ശരണ്യയുടെ കൈ പിടിച്ചൊന്ന് അമർത്തി. ശരണ്യയും സന്തോഷത്തിൽ തന്നെയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഗായത്രി ചേച്ചി, അവളുടെ കൈ കൊണ്ടുണ്ടാക്കിയ വല്ലതും വായിൽ വെച്ച് കൂട്ടാനൊക്കുമോ? അതൊക്കെ എൻ്റെ ശരണ്യമോൾ ഉണ്ടാക്കണം. പിന്നെ അതിൻ്റെ രുചി നാവിൽ നിന്ന് പോകണമെങ്കിൽ 4 ദിവസമെടുക്കും. സത്യഭാമ പിന്നെയും ശരണ്യയെ പുകഴ്ത്തി സംസാരിക്കുകയും നിദ്രയെ താഴ്ത്തി സംസാരിക്കുകയും ചെയ്തതോടെ അവരോടുള്ള ഗായത്രി ദേവിയുടെ ദേഷ്യം ഉച്ചസ്ഥായിയിലായി. നിദ്ര അതെല്ലാം കേട്ട് കരയുമെന്ന അവസ്ഥയിലായിപ്പോയി. വെറുതെ കഷ്ടപ്പെട്ടൊക്കെയും ഉണ്ടാക്കി. സാധാരണ എന്തെങ്കിലും ഉണ്ടാക്കിയാലും സത്യഭാമയും ശരണ്യയുമൊക്കെ ഇത് തന്നെയാണ് പറയുക. എങ്കിലും ഇത്തവണ താനുണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടമായില്ലെന്ന് രുദ്രൻ്റെ വായിൽ നിന്നും കേട്ടതോടെ നിദ്ര വല്ലാതെയായി. ചെറിയ ചില പരിഗണനകൾ രുദ്രൻ നൽകിയിരുന്നത് ആസ്വദിച്ച് വരികയായിരുന്ന നിദ്രയെ പിന്നെയും ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ തള്ളിയിട്ട അവസ്ഥയായി. അവളുടെ കണ്ണു നിറയുന്നത് കണ്ടതോടെ രുദ്രനും വല്ലാതെയായി. ഞാൻ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞത് നേരാണമ്മേ. ഇവിടെ നിന്നും ഞാൻ പോകുമ്പോൾ എന്തായാലും അമ്മ നിദ്രയെ കൂടെ അയക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പം പിന്നെ ഇത്തരം നല്ല ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ച് ശീലിച്ച് രുചി പിടിച്ച അവിടെ പോകുമ്പോൾ എന്തു ചെയ്യും? അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. രുദ്രൻ പറഞ്ഞത് തീർത്തിട്ട് പിന്നെയും ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി.
നിദ്രയുടെ മുഖം മുഴുവൻ അമ്പരപ്പ് നിറഞ്ഞു. ഗായത്രി ദേവി ചെറുചിരിയോടെ മകനെ നോക്കി. പക്ഷേ സത്യഭാമയ്ക്കും മകൾക്കും അടികിട്ടിയ അവസ്ഥയായിപ്പോയി. അല്ലെങ്കിലും ഇത്രയും നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഇത് നന്നല്ല എന്ന് പറയാൻ അയാൾ വല്ല കള്ളും കഞ്ചാവും തലയ്ക്ക് പിടിച്ചിരിപ്പാകും അല്ലേ അമ്മേ? രുദ്രൻ ചിരിയോടെ ഗായത്രി ദേവിയോട് ചോദിച്ചു. അവർ സമാധാനത്തോടെ ഒന്ന് തലയാട്ടി. നിദ്രയുടെ ഉള്ളിൽ സന്തോഷം മലയടിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും മാറി മറിഞ്ഞുള്ള രുദ്രൻ്റെ പെരുമാറ്റവും സ്വഭാവവും വിശ്വാസത്തിലെടുക്കാൻ വയ്യാത്തത് മൂലം നിദ്ര അത് പ്രകടിപ്പിക്കുന്നില്ല. പിന്നെ ഇതിലും നന്നായി ശരണ്യ ഭക്ഷണം ഉണ്ടാക്കുമോ സത്യഭാമ ആൻറ്റി? രുദ്രൻ ഭക്ഷണത്തിൽ നിന്ന് മുഖമുയർത്തി സത്യഭാമയോട് തിരക്കി. പിന്നില്ലാതെ മോനെ, ഇതിലും എത്രയോ രുചികരമായി ശരണ്യമോള് ഭക്ഷണം ഉണ്ടാക്കുമെന്നറിയുമോ? വെജും നോൺ വെജും ചൈനീസും എന്ന് വേണ്ട, അവൾക്കറിയാത്തതായി ഒന്നുമില്ല. ഒരാളുടെ സഹായം പോലും വേണ്ട അവൾക്ക്. നിദ്രയ്ക്കൊക്കെ ഈ ഭാർഗവിയും ഭവാനിയും കൂടെ നിന്നെല്ലാം ചെയ്തു കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ? പക്ഷേ ശരണ്യമോൾക്ക് ഒരാളുടെയും സഹായം വേണ്ട, എല്ലാം എടുപിടിയെന്ന് ചെയ്തു കളയും. സത്യഭാമ അഭിമാനത്തോടുകൂടി മകളെ നോക്കി പറഞ്ഞു. സത്യത്തിൽ ശരണ്യയ്ക്ക് ഇതെല്ലാം കേട്ട് ഭയം തോന്നുന്നുണ്ടായിരുന്നു. ഈ അമ്മ തന്നെ കൊണ്ടുപോയി കൊടുക്കുമോ? എങ്കിലും വെറുതെ കിട്ടുന്ന പുകഴ്ത്തൽ ആസ്വദിച്ചുകൊണ്ട് അവളും ഇരുന്നു. രുദ്രൻ്റെ മുന്നിൽ ആളാകാൻ കിട്ടുന്ന അവസരമല്ലേ, വെറുതെ എന്തിനാണ് കളയുന്നത് എന്ന് ശരണ്യ ഓർത്തു. എങ്കിലമ്മേ, ഇന്ന് രാത്രി എൻ്റെ ഭാര്യയെ ഫ്രീ ആക്കി തന്നേക്കു കേട്ടോ. ഇന്ന് ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്നത് ശരണ്യയാകട്ടെ. എന്ത് പറയുന്നു സത്യഭാമ ആൻറ്റി? രുദ്രൻ ചോദിച്ചത് കേട്ട് ശരണ്യ ഞെട്ടലോട് അമ്മയെയും മറ്റുള്ളവരെയും മാറി മാറി നോക്കി. സത്യഭാമ ഇടിവേറ്റതുപോലെ നിൽക്കുകയായിരുന്നു. ഉപ്പേത് പഞ്ചസാര ഏത് എന്ന് ശരിക്കും തിരിച്ചറിയാൻ വയ്യാത്ത പെണ്ണാണ്. അവളെങ്ങാനും എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പിന്നെ ആർക്കും ബാത്റൂമിൽ നിന്നും ഇറങ്ങാനുള്ള നേരം കിട്ടില്ല എന്ന് അവർക്കും നന്നായി അറിയാം. എന്താ അമ്മേ, അമ്മയ്ക്ക് വല്ല എതിരഭിപ്രായമുണ്ടോ? രുദ്രൻ ഗായത്രി ദേവിയെ നോക്കി പറഞ്ഞതും അവരുടെ മുഖത്ത് അപ്പോഴും ചിരിയായിരുന്നു. എനിക്കെന്താ കുഴപ്പം? നല്ല ഭക്ഷണം ശരണ്യ ഉണ്ടാക്കിയാലും നിദ്ര ഉണ്ടാക്കിയാലും നമുക്ക് നല്ലതല്ലേ. ഇന്നപ്പോൾ ശരണ്യ തന്നെ പാചകമാകട്ടെ. ഗായത്രി ദേവി പറഞ്ഞു. ശരണ്യ ഒരു ആശ്രയത്തിനായി അമ്മയെ നോക്കി. അമ്മ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാതിരിക്കില്ല എന്ന് അവൾ കരുതി. പക്ഷെ എന്ത് ചെയ്യുമെന്നോർത്ത് സത്യഭാമ കുഴങ്ങുകയായിരുന്നു. ഇങ്ങനെ ഒരു പണി ഫ്ലിപ്കാർട്ട് വഴി സ്വയം വിളിച്ചു വരുത്തിയതാണ്. രുദ്രൻ ഇങ്ങനെ പറയുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഇതിൽ നിന്നും എങ്ങനെ തലയൂരുമെന്ന് ആലോചിച്ച് അവരുടെ തകല പുകഞ്ഞു. എന്താ സത്യഭാമ ആൻറ്റി ഒന്നും മിണ്ടാത്തേ? ശരണ്യയല്ലേ അപ്പോൾ ഇന്നത്തെ പാചകം? അത് പിന്നെ മോനെ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. സത്യഭാമയും സമ്മതം പറഞ്ഞതോടുകൂടി ശരണ്യ വെട്ടിലായി. ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ എന്താണ് ചെയ്യുക? ഒരാളും സഹായിക്കരുത് കേട്ടോ. ഭവാനി അമ്മയും ഭാർഗവി അമ്മയ്ക്കും ഇന്ന് റെസ്റ്റാണ്. എല്ലാം ശരണ്യ അങ്ങ് ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നല്ലേ പറഞ്ഞത്. നമുക്ക് കാണാം അവളുടെ കൈപുണ്യം. രുദ്രൻ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റുകൊണ്ട് ശരണ്യയെയും സത്യഭാമയെയും മാറി മാറി നോക്കി ചിരിച്ചു. സത്യഭാമ അത് കേട്ടതോടുകൂടി തകർന്നറിഞ്ഞതുപോലെയായി. ഇതിലും ഭേദം ഒന്നോടെ ഒരു സുനാമി വന്ന് എല്ലാം നശിക്കുന്നതായിരുന്നു എന്ന് ശരണ്യയ്ക്കും തോന്നിപ്പോയി. വല്ലാത്ത കുരുക്കിലാണ് ചെന്ന് പെട്ടത്. ആവശ്യമില്ലാതെ തന്നെ നോക്കി ശരണ്യ കണ്ണുരുട്ടി. ഭക്ഷണം കഴിച്ചെഴുന്നേറ്റതോടുകൂടി നിദ്രയും ഗായത്രി ദേവിയും പെട്ടെന്ന് അവിടെ നിന്നും പോയി. പിന്നെ മകളും അമ്മയും മാറി മാറി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിപ്പായിരുന്നു ആ നിമിഷം അത്രയും. സത്യഭാമ എന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ലാതെ അവർക്ക് കിട്ടിയ മുറിയിലെ ബെഡിലായി ചടഞ്ഞുകൂടിയിരിക്കുകയായിരുന്നു. ശരണ്യാണെങ്കിൽ വെപ്രാളം പൂണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നിദ്രയെ മറ്റുള്ളവർക്ക് മുന്നിൽ താഴ്ത്താൻ ശ്രമിച്ച് വല്ലാതെ തിരിച്ചടിയാണ് കിട്ടിയത്. എന്നാലും ഞാൻ എത്രയ്ക്കൊക്കെ ആ ചെക്കൻ്റെ മുന്നിൽ ചെന്ന് അവളെ കുറ്റം പറഞ്ഞൊക്കെ അവൻ മറന്നുപോയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവളെപ്പറ്റി കുറ്റം പറയുന്നത് കേട്ടപ്പോൾ അവൻ്റെ രക്തം തിളയ്ക്കുകയായിരുന്നു. ഞാൻ കരുതിയത് അന്നേരത്തെ ദേഷ്യത്തിന് അവൻ പോയി അവളെ കൊന്നേക്കുമെന്നൊക്കെ ആയിരുന്നു. എന്നാലും ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അവനെ ചാക്കിലാക്കണമെങ്കിൽ ആ നിദ്ര ആളും ഇടുക്കിയാണല്ലോ. സത്യഭാമ വിരലിലും നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. ശരണ്യ നടത്തി നിർത്തി അവരെ തുറിച്ചു നോക്കി. അമ്മയ്ക്ക് തൃപ്തിയായല്ലോ. ദൂരെ ഇരുന്ന് എന്നെ ഓരോന്ന് പറഞ്ഞ് ആശ്രയിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പം എല്ലാ പണിയും എൻ്റെ തലക്കിട്ട് തന്നിരിക്കുന്നു. ശരണ്യ പല്ലിറുമ്മിക്കൊണ്ട് അമ്മയെ നോക്കി പറഞ്ഞു. ശരണ്യയോട് തനിക്ക് നേർക്കുള്ള ദയിപ്പിക്കാൻ പോകുന്ന നോട്ടം കണ്ട് സത്യഭാമ പതറി. അത് പിന്നെ ഞാനറിഞ്ഞു പെട്ടെന്ന് അവൻ നമുക്ക് നേർക്ക് പനി തരുമെന്ന്. ഇത്രയും നാൾ നിദ്രയെ കണ്ട പിടിച്ചു നിന്നുമെന്ന് പറഞ്ഞ് നിന്നവനാണ്. ഇപ്പൊ പെട്ടെന്ന് അവളുടെ സൗന്ദര്യത്തിൽ അങ്ങ് മയങ്ങി വീണു. പെൺകോന്തൻ. അമ്മ ഇനി അതൊന്നും ആലോചിച്ച് നേരം കളഞ്ഞിട്ട് കാര്യമില്ല.
ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നും തലയൂരാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. ഒരാൾ പോലും സഹായിക്കാതെ എല്ലാം ഉണ്ടാക്കണം പോലും. ഞാനെന്താ വല്ല റോബോട്ടും ആണോ? അതെ അതെ, വല്ലാത്ത കഷ്ടമായി പോയി. ആ ഭവാനിയെയും ഭാർഗവിയെയും എങ്കിലും സഹായത്തിന് കിട്ടിയെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാമായിരുന്നു. ഞാനൊരു കാര്യം ആലോചിക്കുവാണമ്മേ. നമുക്കിവിടെ നിന്നും അങ്ങ് പോയാലോ? വീട്ടിൽ മുത്തശ്ശിക്ക് വയ്യാതെയായി എന്നെങ്ങാനും പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങാം. എന്തു പറയുന്നു? ശരണ്യ പെട്ടെന്ന് കിട്ടിയ ബുദ്ധിയിൽ അമ്മയെ നോക്കി പറഞ്ഞു. സത്യഭാമയ്ക്കും അതൊരു നല്ല ഐഡിയയായി തോന്നി. നിദ്രയ്ക്ക് പണി കൊടുക്കാൻ വന്നിട്ട് തിരിച്ച് സ്വയം പണി വാങ്ങി ഇറങ്ങിപ്പോകുന്നതിനെ പറ്റി അവർക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും തൽക്കാലം വേറൊരു മാർഗവുമില്ലാതെ ഇറങ്ങാമെന്ന് തന്നെ അവർ കരുതി. എന്നാൽ പിന്നെ നമുക്ക് പോയി കളയാം മോളെ. വെറുതെ ഇവിടെയുള്ളവർക്ക് വെച്ച് വിളമ്പി കൊടുക്കേണ്ട അവസ്ഥ വരണ്ടല്ലോ. പണിയാണെങ്കിൽ ഇഷ്ടംപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്, ധാരാളം. ശരണ്യയും സത്യഭാമയും കൂടി എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ബാഗിലാക്കി ഹാളിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ നിദ്രയും ഗായത്രി ദേവിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ബാഗിൽ സാധനങ്ങളൊക്കെ കെട്ടിപ്പുരക്കി ഇറങ്ങി വരുന്നവരെ കണ്ടപ്പോൾ തന്നെ ഗായത്രി ദേവിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അല്ല, നിങ്ങളിത് എങ്ങോട്ടാ? ഇത്ര വേഗം പോവുകയാണോ? ഗായത്രി ദേവി അവരെ നോക്കി തിരക്കി. ശരണ്യ അവർക്ക് നേരെ ഒരു ചമ്മിയ ചിരി ചിരിച്ചു. പക്ഷെ സത്യഭാമ പെട്ടെന്നൊരു പൊട്ടിക്കരച്ചിലായിരുന്നു. ഗായത്രി ദേവിയും നിദ്രയും ഒരുപോലെ അമ്പരന്നു പോയി. എന്താണ് കാര്യമെന്നറിയാതെ അവർ പരസ്പരം മുഖാമുഖം നോക്കിയിരുന്നു. ഈ അമ്മ അഭിനയിച്ചു ചളമാക്കുമോ എന്ന് കരുതി ശരണ്യ പല്ല് കടിക്കുന്നുണ്ടായിരുന്നു. എന്തുപറ്റി സത്യഭാമേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഗായത്രി ദേവി അമ്പരന്നുകൊണ്ട് അവരുടെ അരികിലേക്ക് നടന്നു ചെന്ന് സത്യഭാമ തൻ്റെ അഭിനയം ഏറ്റുവെന്ന് മനസ്സിലായതോടെ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. ഒരാഴ്ചയെങ്കിലും ഇവിടെ തങ്ങണമെന്ന് കരുതിയതൊക്കെയാണ്. പക്ഷേ എന്തു പറയാനാ ചേച്ചി? മുത്തശ്ശിക്ക് വയ്യ എന്ന് പറഞ്ഞ് മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാ. സത്യഭാമ സാരി തൂമ്പിൽ മുക്കി ചീറ്റി. ഗായത്രി ദേവിക്ക് പെട്ടെന്ന് തന്നെ അത് അവരുടെ അടവാണെന്ന് മനസ്സിലായിരുന്നു. രാത്രി ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ നിന്ന് ശരണ്യെ രക്ഷിക്കാനുള്ള ബുദ്ധിയാണ്. പക്ഷേ നിദ്രയ്ക്ക് അത് മനസ്സിലായില്ലായിരുന്നു. അയ്യോ, മുത്തശ്ശിക്ക് എന്തു പറ്റി ചെറിയമ്മേ? നിദ്ര ഓടിച്ചെന്ന് അവരുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവളപ്പോൾ കരയുമെന്നായിട്ടുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് രുദ്രൻ അങ്ങോട്ടേക്ക് മുകളിൽ നിന്നും പടികൾ ഇറങ്ങി വരുന്നത്. ഇതെന്താ ഇവിടെ എല്ലാവരും കൂടി കൂട്ടം കൂടി ഒരു ആലോചന? രുദ്രൻ എല്ലാവരോടുമായി തിരക്കി. മുത്തശ്ശിക്ക് വയ്യ എന്നാണ് പറയുന്നത്. എനിക്കിപ്പോൾ തന്നെ മുത്തശ്ശിയെ കാണണം, നിദ്ര കരച്ചിലോടുകൂടി പറഞ്ഞു. രുദ്രൻ അമ്പരന്നുകൊണ്ട് സത്യഭാമയെയും ശരണ്യയെയും നോക്കി. അവനപ്പോൾ തന്നെ എന്തോ ഒരു കള്ളത്തരം പിടികിട്ടി. ഗായത്രി ദേവിയെ നോക്കിയപ്പോൾ അവർ അവൻ്റെ നേർക്ക് പുഞ്ചിരിച്ച് കാണിച്ചതോടുകൂടി അവന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി. മുത്തശ്ശിയെ ഓർത്ത് നിദ്ര കരയുന്നത് കണ്ടപ്പോഴാണ് രുദ്രന് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. മുത്തശ്ശിയെ നിദ്ര തിരിഞ്ഞു പോലും നോക്കാറില്ല എന്നാണ് സത്യഭാമ അന്ന് വന്നപ്പോൾ അവനോട് പറഞ്ഞത്. ഇപ്പം എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പലതും കള്ളമാണെന്ന് തോന്നുന്നു. ആണോ ചെറിയമ്മേ? മുത്തശ്ശിക്ക് വയ്യേ? അതേ മോനെ, ശരത്തിപ്പോൾ വിളിച്ച് പറഞ്ഞതേയുള്ളൂ. മുത്തശ്ശിക്കെന്തോ വലിവ് കൂടിയെന്നോ മറ്റോ ആണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഉടനെ തന്നെ പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. നിദ്ര അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. രുദ്രൻ അത് കണ്ട് വല്ലാത്ത അലിവ് തോന്നിപ്പോയി അവളോട്. എങ്കിലൊരു കാര്യം ചെയ്യാം, മുത്തശ്ശിയെ ശരത്തിനോട് ആശുപത്രിയിലേക്ക് ആക്കാൻ പറയൂ. ഇവിടെ നിന്ന് 1-2 ആളുകളോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ ഞാൻ പറഞ്ഞേക്കാം. ആശുപത്രിയിൽ ചെന്നിട്ട് കുഴപ്പമൊന്നുമില്ല എങ്കിൽ മുത്തശ്ശിയെയും കൂട്ടി ശരത്ത് ഇങ്ങോട്ട് വരട്ടെ. എന്നിട്ട് ഒരു ഹോം നേഴ്സിനെ നമുക്ക് ഏർപ്പാടാക്കാം. കുറച്ചുനാൾ മുത്തശ്ശി ഇവിടെ നമുക്കൊപ്പം കൂടെ നിൽക്കട്ടെ. അമ്മ എന്ത് പറയുന്നു? രുദ്രൻ തൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഗായത്രി ദേവിയോട് ചോദിച്ചു. എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല മോനെ. നിദ്രയുടെ മുത്തശ്ശിയുടെ കാര്യമല്ലേ, നീ പറഞ്ഞത് തന്നെയാണ് ശരി. ഗായത്രി ദേവി കൂടി സമ്മതം അറിയിച്ചതോടുകൂടി ശരണ്യയും സത്യഭാമയും ആകെ വെട്ടിലായ അവസ്ഥയായി. നിദ്ര പക്ഷേ ആരാധനയോടുകൂടി രുദ്രനെ നോക്കുകയായിരുന്നു. തൻ്റെ മുത്തശ്ശിയോട് കാണിച്ച സഹാനുഭൂതി അവൾ ഒരിക്കലും മറക്കില്ല എന്ന് മനസ്സുകൊണ്ട് നിദ്ര പറഞ്ഞു. സത്യഭാമയും ശരണ്യയും മുത്തശ്ശിയെ കാര്യമായി നോക്കാറില്ല എന്ന് അവൾക്കറിയാം. താൻ പോകുന്നതോടുകൂടി മുത്തശ്ശിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവൾക്ക് ആലോചിക്കാൻ കൂടെ വയ്യായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രുദ്രൻ്റെ ഈ ഒരു തീരുമാനം. അവളുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ രുദ്രനും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു.